പി വി അൻവറിന്റെ ആരോപണങ്ങളുടെ പൊള്ളത്തരം തുറന്നുകാട്ടി CPIM. പി വി അൻവറിന്റെ നിലപാടുകൾ അംഗീകരിക്കാനാവില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. അൻവർ പറയുന്നത് പച്ച നുണകളെന്ന് AK ബാലനും പ്രതികരിച്ചു. അൻവർ വളരെ ബോധപൂർവം നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇന്നലെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത്. ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ അജണ്ട CPIMനെ സംബന്ധിച്ചിടത്തോളം വ്യക്തതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് യാതൊരു അത്ഭുതവും ഇക്കാര്യത്തിലില്ല. മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും ഒറ്റപ്പെടുത്തുന്നതിനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി രൂപപ്പെടുത്തിയതാണിത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു MLA ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് സാധാരണഗതിയിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇതിലൊന്നും പാർട്ടി നിലപാടെന്താണ് എന്നുള്ളത് വ്യക്തത വരുത്തുന്നതിന് മുമ്പ് അൻവർ ഇത്തരത്തിലുള്ള ഒരു കടന്നാക്രമണം നടത്തുക എന്നുള്ളത് അത് ഏതോ കേന്ദ്രങ്ങളിൽ നടത്തിയിട്ടുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ്. ഇന്നലത്തെ പ്രതികരണങ്ങൾ യഥാർത്ഥത്തിൽ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതിനും സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുന്നതിനുമുള്ള ആസൂത്രിതമായ ഒരു നീക്കത്തിൻ്റെ ഭാഗമായി വേണം കാണാൻ. അത് നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിരിക്കാം. അതിൻ്റെ ഉപജ്ഞതാവാണോ ഉപകരണമാണോ അൻവർ എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഇത് വളരെ ആസൂത്രിതമായി കുറച്ചു കാലം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി, മുന്നണി, സർക്കാർ അതിനെ ദുർബലപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ്. അതിനെ പാർട്ടി ഒറ്റക്കെട്ടായി രാഷ്ട്രീയമായി തന്നെ നേരിടും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്താവുന്നതാണ് അദ്ദേഹം പരിശ്രമിക്കുന്നത്. അതൊരു പാഴ്വേലയാണ്. സൂര്യപ്രകാശത്തെ പഴമുറം കൊണ്ട് മറയ്ക്കാൻ പറ്റും. ഇപ്പോൾ പിണറായി വിജയനെ അത്തരത്തിൽ ഒറ്റ തിരിച്ച് അദ്ദേഹം ആക്രമിക്കാനാണ് ഇന്നലെ മുതിർന്നിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ വാചകങ്ങളൊക്കെ തന്നെ വാസ്തവത്തിൽ അദ്ദേഹത്തിന് ഒരു MLA സ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് നേടി അദ്ദേഹം അത് ദുരുപയോഗം ചെയ്താണ് ആ പദപ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. അത് അങ്ങേയറ്റം അപലനീയമാണ്. കള്ളക്കടത്ത് സംഘങ്ങൾ പറയുന്നതനുസരിച്ച് ഭരണം നിർവഹിക്കാനാവില്ല. അവരുടെ വാക്കുകൾ വിശ്വസിച്ച് ആരോപണം ഉന്നയിക്കുന്നതും ബാലിശമാണ്. എന്നിട്ട് പോലും ആ ആരോപണങ്ങളെല്ലാം അന്വേഷിക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടു. ആ അന്വേഷണം അവസാനിക്കുന്നതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമ പോലും കാണിക്കാത്തതിലൂടെ ഇടതുമുന്നണി വിട്ട് വലതുപക്ഷ മാധ്യമങ്ങളുടെയും വലതുപക്ഷത്തിൻ്റെയും ചതിക്കുഴിയിൽ വീണുപോയിരിക്കുന്നു താൻ എന്ന് PV അൻവർ MLA തെളിയിക്കുകയാണ് ചെയ്യുന്നത്. ഈ പാർട്ടി എല്ലാ തെറ്റായ പ്രവണതകൾക്കുമെതിരായി പൊരുതി വന്ന പാർട്ടിയാണ്. സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും പ്രതീക്ഷയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അൻവറിൻ്റെ ഓരോ നിലപാടുകളും പാർട്ടി ശത്രുക്കൾക്ക് സഹായകരമാകുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളും നിലപാടുകളും പരിശോധിച്ചാൽ പാർട്ടി ശത്രുക്കളുടെ കയ്യിൽ കളിക്കുകയാണ് എന്ന് കൃത്യമായും തോന്നാവുന്നതാണ്. ഒരു ഭരണകക്ഷി MLAക്ക് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഉത്തരവാദപ്പെട്ട മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനും കൃത്യമായിട്ടുള്ള മാർഗങ്ങളുണ്ട്. അതിൻ്റെ മര്യാദകൾ പാലിക്കാതെ പത്രസമ്മേളനത്തിലൂടെ കുറേ കാര്യങ്ങൾ വിളിച്ചു പറയുക എന്ന് പറയുന്നത് തീർച്ചയായും ഒരു ഔചിത്യം നിറഞ്ഞ പ്രവൃത്തിയല്ല എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. അടിസ്ഥാനരഹിതമായ ചില കാര്യങ്ങൾ, വാസ്തവ വിരുദ്ധമായിട്ടുള്ള ചില ആരോപണങ്ങൾ പത്രസമ്മേളനത്തിലൂടെ നിരന്തരം ഉന്നയിച്ചുകൊണ്ട് സെൻറ്റർ ഓഫ് അട്രാക്ഷനായിട്ട് നിൽക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് ഭരണപക്ഷത്ത് നിൽക്കുന്ന ഒരു MLAക്ക് ആശാസ്യമായിട്ടുള്ള കാര്യമല്ല.